മാനസിക പിരിമുറുക്കങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല. പലപ്പോഴും മാനസിക പിരിമുറുക്കങ്ങളുടെ കാരണം വെച്ചാൽ പലതാണ്. പലപ്പോഴും ശാരീരികമായ മാറ്റങ്ങളാവാം, അല്ലെങ്കിൽ ഔട്ട്സൈഡുള്ള എൻവയറമെന്റിന്റെ മാറ്റങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന കൊളീഗ്സിന്റെ അല്ലെങ്കിൽ വർക്ക് പ്രഷർ കൊണ്ടാവാം. ഇങ്ങനെ പല രീതിയിൽ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കാറുണ്ട് മനുഷ്യർ. മാനസിക പിരിമുറുക്കങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അതൊരു സ്ട്രെസ് സിറ്റുവേഷനിലേക്ക് പോവുകയും പിന്നെ അത് ഉറക്കം കിട്ടാതെ പോവുകയും അത് വളരെ മറ്റ് ഇല്ലസുകളിലേക്ക്, മറ്റ് മാനസിക രോഗങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. മാനസിക പിരിമുറുക്കത്തെ ശരിയായ രീതിയിൽ അത് മാനേജ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നന്നാണ്. അത് നന്നായി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം സാധ്യമാകും. പലപ്പോഴും മനസ്സിന്റെ സുഖമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളെ നിയന്ത്രിക്കുന്നതെന്ന് പറയാം. മാനസിക സുഖം, മാനസികമായ സ്ട്രെസ് ഉണ്ടാവാറുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ഇപ്പോൾ ആധുനിക കാലത്ത് കൂടുതലായിട്ട് ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സുകളുടെ ചുറ്റുപാടും നമ്മൾ ജോലി ചെയ്യുന്നു, കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നു. ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സുകളാൽ ചുറ്റപ്പെട്ട ഒരു ജീവിതമൊക്കെയാണ് നമുക്കെപ്പോഴും. മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് താക്കാത്ത സമയങ്ങളാണ് നമുക്ക് കൂടുതലുള്ളത്. ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെയൊക്കെ ഒരു കടന്നുവരവ് തന്നെ കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട കൃഷി ചെയ്യുന്ന കർഷകന്മാർക്കോ അല്ലെങ്കിൽ കൃഷിക്കാർക്കോ ഒന്നും ഇത്രയധികം സ്ട്രെസ് ഉണ്ടാകത്തില്ല. വാസ്തവത്തിൽ ഇത് സ്ട്രെസ് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, നമുക്ക് ഈ കമ്പ്യൂട്ടറിന്റെ കടന്നുവരവോടുകൂടിയൊക്കെ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. ഇതൊക്കെ നമ്മളെ സ്ട്രെസ് അറിയാതെ തന്നെ നമ്മളിലേക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു. മനുഷ്യരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നു. ഇതെല്ലാം ഒരുപാട് സ്ട്രെസ്സിന്റെ കാരണങ്ങളാണ്. പക്ഷെ സ്ട്രെസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. കുറച്ചൊക്കെ സ്ട്രെസ് വന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ തന്നെ അറിയണം. നമ്മുടെ ശരീരത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ആയ ഓക്സിറ്റോസിനുണ്ട്, സെറാട്ടോണിനുണ്ട്, എൻഡോർഫിനുണ്ട്, ഡോപ്പമിനുണ്ട്. ഇതിന്റെയൊക്കെ അഭാവമാണ് നമുക്ക് ചിലപ്പോൾ സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നത്. ഓക്സിറ്റോസിൻ എന്താണ്, സെറാട്ടോണിൻ എന്താണ്, എൻഡോർഫിൻ എന്താണ് എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ഹാപ്പി ഹോർമോൺസിനെ കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇനി വീണ്ടും ഈ അവസരത്തിൽ ഒന്നും കൂടെ ഒന്ന് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും എൻഡോർഫിൻ പോലുള്ള ഹോർമോൺസുകളൊക്കെ നമുക്ക് എക്സസൈസിൽ കൂടെ കിട്ടുന്നതാണ്. കൂടുതലും വ്യായാമത്തിന്റെ അഭാവമൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ സ്ട്രെസ്സിലേക്ക് നയിക്കുന്നത്. പിന്നെ നമ്മുടെ വർക്ക് പ്രഷർ, നമ്മുടെ വർക്ക് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന വർക്ക് പ്രഷറാണ് പ്രധാനമായിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ടൊക്കെ പറയുന്നത്. ആദ്യ കാലത്തിൽ ഈ സ്ട്രെസ് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത് വെച്ചാൽ ചിലപ്പോൾ ഉറക്കക്കുറവിൽ കൂടെ ആയിരിക്കും, ചിലപ്പോൾ അമിത ആഹാരത്തിൽ കൂടെ ആയിരിക്കും നമ്മൾ സ്ട്രെസ്സിനെ റിലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ കൂടുതൽ സംസാരിച്ചായിരിക്കും സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാലും ഇതിനൊക്കെ വ്യക്തമായ ചില മാർഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സൈക്കോ തെറാപ്പിയിലും ഒക്കെ നമ്മൾ പറയുന്ന ചില മാർഗങ്ങളുണ്ട്. സ്ട്രെസ് റിലീവിന് വേണ്ടി ഞാൻ 6-7 കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാം. ഇതുകൊണ്ട് മാത്രം പോരാ. ചിലപ്പോൾ മെഡിക്കേഷൻ ആവശ്യമാണെങ്കിൽ നമ്മളൊരു കൗൺസിലറുടെയോ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെയൊക്കെ സഹായം തേടി വരും. പക്ഷേ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമുക്ക് നിൽക്കുകയാണെങ്കിൽ സ്ട്രെസ് ഒന്ന് റിലീവ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സൈക്കോ തെറാപ്പിയിലും ഒക്കെ ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എഴുതുക എന്നുള്ളതാണ്. എഴുതുന്നവർക്ക് വളരെ സ്ട്രെസ് റിലീഫ്. നമ്മുടെ പേനാത്തുമ്പിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ സ്ട്രെസ്സുകളെല്ലാം മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ആരോടും അതൊരു നോട്ട്ബുക്ക് വെച്ചിട്ട് നിങ്ങളൊരു അരമണിക്കൂറോ വല്ല സ്പെൻഡ് ചെയ്തുകൊണ്ട് ആ നോട്ട്ബുക്കിനകത്ത് നിങ്ങളുടെ മനസ്സിനകത്തൂടെ ഓടുന്ന വിചാരങ്ങളെ ഒരു പേനയോ അല്ല പെൻസിലോ എടുത്ത് നമ്മൾ വ്യക്തമായിട്ടൊന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുക. എഴുതി കഴിയുമ്പോൾ പേനത്തുമ്പിലൂടെ കുറേ സ്ട്രെസ് റിലീഫ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് കുഴഞ്ഞു മറിഞ്ഞ ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്നത്. നമ്മൾ അതിനെ വ്യക്തമായിട്ട് എഴുതുക. അതുകൊണ്ടാണ് നോവലിസ്റ്റുകളോ അല്ലെങ്കിൽ എഴുത്തുകാർക്കോ ഒന്നും അധികം സ്ട്രെസ് ഒന്നും വരുന്നില്ല എന്നൊക്കെയുള്ള പഠനങ്ങളുണ്ട്. അതുമല്ല നമ്മുടെ ന്യൂറോൺസിനെയൊക്കെ ഉദ്ദീപിക്കുകയും അത് നമ്മുടെ പാർക്കിൻസൺസ് പോലുള്ള അല്ലെങ്കിൽ അൽഷിമേഴ്സ് പോലുള്ള ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളെയൊക്കെ തടയുന്നതൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് അത് എഴുതുക. നമുക്ക് എന്താണ് അതിന്റെ പ്രശ്നം വന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്ട്രെസ് വരുന്നവരാണെങ്കിൽ അവർ ആ സ്ട്രെസ്സിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് എഴുതുമ്പോഴത്തേക്കും മനസ്സിനകത്തൊരു ക്ലിയർ പിക്ചർ. ഈ പ്രോബ്ലം വെൽ പുട്ട് ഈസ് ഹൗസ് ഹോൾഡ് എന്നാണ് പറയുന്നത്. ഒരു പ്രോബ്ലം നമ്മൾ നന്നായിട്ട് ആക്കി കഴിഞ്ഞാൽ അതിനെ പകുതി സോൾവ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കതൊരു വലിയൊരു സ്ട്രെസ് റിലീവറായിട്ട് തീരും. അപ്പോൾ അത് എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ അതിന്റെ രീതിയിൽ തന്നെ അങ്ങ് എഴുതുക. അതിനകത്ത് മനസ്സിനെ മതിക്കുന്ന, നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത ചിന്തകളാണെങ്കിലും അതെല്ലാം ഒരു പേനത്തുമ്പിലൂടെ അതങ്ങ് എഴുതി കളയുമ്പോഴത്തേക്ക് സ്ട്രെസ് റിലീവാണ്. അത് സൈക്കോ തെറാപ്പിയിലൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എഴുതി കളയുക എന്നുള്ളത്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പാലിക്കുക. നമ്മൾ ഇതിനായിട്ട് ഒരു നോട്ട്ബുക്കോ ഒക്കെ കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ രാവിലെ വൈകിട്ട് എഴുതുന്ന ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ വൈകിട്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്ന ഒരു ഹാബിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്ട്രെസ് റിലീവറാണ് എഴുത്ത് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ അത് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള നോവൽ രചനയിലേക്കോ കഥാരചനയിലേക്കോ അത് മാറിയെന്നും ഇരിക്കാം. അപ്പോൾ അത് ഒന്നാമത്തെ ഒരു കാരണമാണ്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് നടക്കാൻ പോകാം.
അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ട് ചേർന്നുകൊണ്ട് അതെല്ലാ ദിവസവും ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശരിയായിട്ട് മാറ്റുക. നിങ്ങൾ സ്ട്രെസ് വരുന്ന സമയത്ത് ആ സ്ട്രെസ് സിറ്റുവേഷനിൽ നിൽക്കാതെ ഒന്ന് ഇറങ്ങി ഒന്ന് നടക്കുക എന്നുള്ളത് വളരെ സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള കാര്യമാണ്. അത് പല സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകളുമുണ്ട്. നമ്മൾ നമ്മുടെ സ്റ്റെപ്പുകളെ അളന്നുകൊണ്ട് മെഡിറ്റേറ്റീവായിട്ട് നടക്കാനായിട്ട് നമ്മൾ പഠിക്കുക. നമ്മൾ ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോൾ അത് പൂർണ്ണ അവെയർനെസ്സോടു കൂടി നടക്കുന്ന സമയത്ത് നമ്മൾ എത്ര ചുവട് വെച്ചു എന്നൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് വാച്ച് മറ്റേ ഡിജിറ്റൽ വാച്ചുകളൊക്കെ കിട്ടും. നമുക്ക് അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എത്ര ചുവടുകൾ നടന്നു എന്നുള്ളത് ഒരു അരമണിക്കൂറൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്കും ആ സ്ട്രെസ്സിൻ്റെതായ സിറ്റുവേഷൻ നമ്മൾ അങ്ങ് മാറിപ്പോകുന്നതായിട്ട് കാണും. അപ്പോൾ അത് വളരെ സംഭവമാണ്. അതുപോലെ നമ്മുടെ മൂഡ് ലൈറ്റാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സംഗീതം എന്ന് പറയുന്നത്. സംഗീതത്തിൽ ഹാർഡ് മ്യൂസിക് ഉണ്ട്, ലൈറ്റ് മ്യൂസിക്കുകളുണ്ട്. അതിനകത്ത് നമ്മൾ ലൈറ്റ് മ്യൂസിക്കുകളായിരിക്കും പ്രത്യേകിച്ച് നല്ല സിനിമാ ഗാനങ്ങളൊക്കെ ലൈറ്റായിട്ടുള്ള മ്യൂസിക്സുകൾ നമ്മളെ ചില മൂഡുകളിലേക്കൊക്കെ ഉണർത്തും. നമ്മളിപ്പോൾ സ്ട്രെസ്സായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ പോകും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ ഒരു ലൈറ്റ് മ്യൂസിക് ഇട്ട് കേൾക്കുകയും കുറച്ച് നേരം അതിനകത്ത് മുഴുകുകയും ചെയ്യുക. പക്ഷെ അധിക സമയം എടുക്കരുത്. കുറച്ച് സമയം ലൈറ്റ് മ്യൂസിക്കിലൊക്കെ ആവുക, കണ്ണടച്ചുകൊണ്ട് ആ മ്യൂസിക് കേൾക്കുക എന്നുള്ളത് സ്ട്രെസ് റിലീവിങ്ങിനുള്ള ഒരു വലിയ മാർഗമായിട്ട് ഇത് ഒരു പ്രധാനം പ്രൂവ് ചെയ്ത ഒരു സൈക്കോ തെറാപ്പിയിലും ഒക്കെ നമ്മൾ ചെയ്യിക്കുന്ന ഒരു മാർഗമാണ് മ്യൂസിക് തെറാപ്പി. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ അത് മ്യൂസിക് എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ള മെഡിറ്റേഷണൽ മ്യൂസിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മൂഡുകളെ ലൈറ്റാക്കാനുള്ള സംഗീതത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ അത് ചെയ്യാത്തവരാണെങ്കിൽ നല്ല നല്ല ഗാനങ്ങൾ, ഇപ്പോൾ കാറിൽ പോകുന്നവരാണെങ്കിൽ കാറിൽ വെച്ച് പാട്ട് കേൾക്കാം. അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് നല്ല കുറച്ച് നേരമൊക്കെ പാട്ടുകൾ നല്ല ലൈറ്റ് മ്യൂസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം. ഇതൊരു വലിയ സ്ട്രെസ് റിലീവറാണ്. പിന്നെ നമുക്ക് പെറ്റ്സുകൾ ഒരു വലിയ സ്ട്രെസ് റിലീവറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യബന്ധങ്ങളിലൂടെയാണ് ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ ഒക്കെ ഉണ്ടാകുന്നത് മാത്രം പറയാൻ ഒക്കത്തില്ല. ഒരു പെറ്റാനിമലാണെങ്കിലും നമുക്ക് എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ ഇങ്ങനെയുള്ള ഹാപ്പി ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഈ പെറ്റുകളായിട്ട് നല്ല ഇഞ്ചെക്ട് ചെയ്ത അല്ലെങ്കിൽ അത് വാക്സിനേറ്റ് ഒക്കെ ചെയ്ത നല്ല പെറ്റാനിമൽസുമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കോഴികളെ വളർത്തുക. ഇതൊക്കെ നമുക്കൊരു വലിയ സ്ട്രെസ് റിലീവറാണ്. അവരുമായിട്ട് കുറച്ച് സമയം അവരെ ഫീഡ് ചെയ്യുക. ഇത് ഒരു സ്ട്രെസ് റിലീവിൻ്റെ ഒരു സംഭവമാണ്. അത് തീർച്ചയായിട്ടും ഇത് പ്രൂവ് ചെയ്ത ഒരു സൈക്കോ തെറാപ്പിയിലൊക്കെ പ്രൂവ് ചെയ്ത മാർഗങ്ങളാണ്. പെറ്റ് ആനിമൽസ് അല്ലെങ്കിൽ കോഴിയായാലും കൊള്ളാം, താറാവായാലും കൊള്ളാം, അതിനെ വളർത്തുക. അപ്പോൾ ചിലപ്പോൾ ഒരു വരുമാന മാർഗവുമാകും. ഇത് നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ അഞ്ചാമതായിട്ട് കൃഷി. എന്തെങ്കിലും മണ്ണുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോഴും നമ്മുടെ സ്ട്രെസ്സുകൾ കൂടുതലായിട്ടുണ്ടാവുക. അപ്പം നമ്മൾ മണ്ണിൽ തൊട്ടുകൊണ്ടുള്ള എന്ത് പരിപാടികളും നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യുക എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒരു അടുക്കള തോട്ടം ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുകയോ അല്ലെങ്കിൽ തുണി നനയ്ക്കുകയോ അല്ല ഗാർഡനിങ് ചെയ്യുകയോ അല്ല തുണി നനയ്ക്കുന്ന വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ട് ഒഴിച്ചു ചെടികളെയൊക്കെ പരിപാലിക്കുക. തുണി നനയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹാർഡ് വർക്കാണ്. അത് നമ്മൾ അത് എൻഡോർഫിനൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ നല്ലതാണ്. പക്ഷേ ഈ വേസ്റ്റ് വെള്ളം കൊണ്ട് ഒഴുക്കി അങ്ങനെയുള്ള തുണി നനയ്ക്കുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്തു നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാവുന്നതാണ്. പിന്നെ ആറാമതായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു സ്ട്രെസ് റിലീവിങ്ങിൻ്റെ കാര്യമാണ്. പലപ്പോഴും നമ്മൾ എപ്പോഴും ഉയർന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വരുന്നത്. ഇത് നമ്മളെക്കാട്ടി കഴിവ് കുറഞ്ഞ ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി ഹോമുകളോ ഇങ്ങനെയുള്ള ഹോമുകളിലൊക്കെ പോയി ഒന്ന് സെർവ് ചെയ്യുക. ഫ്രീ ആയിട്ട് ചെയ്യണം. പലപ്പോഴും നമ്മൾ പൈസയ്ക്കോ ഒന്നും വേണ്ടിയിട്ടല്ല, നമ്മൾ ഫ്രീ ആയിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും എന്തെങ്കിലും പ്രതിഫലത്തിന് വേണ്ടി ചെയ്യാത്ത ചില വർക്കുകൾ ഇങ്ങനെയുള്ള ഹോംസുകളൊക്കെ വിസിറ്റ് ചെയ്യുകയും പോവുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ട്രെസ് റിലീവിങ്ങിനുള്ള ഒരു അവസ്ഥയുണ്ടാകും. പലപ്പോഴും പരസഹായം കൊടുക്കുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും സ്ട്രെസ് റിലീവ് ചെയ്ത് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ നമ്മൾ കളയരുത്. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഓർഫനേജുകളോ അല്ലെങ്കിൽ ഒരു സെറിബ്രൽ പാൾസി ഹോമോ എന്തോ ആയിക്കോട്ടെ, അവിടെ പോയി കുറച്ച് നേരം അവരോട് സ്പെൻഡ് ചെയ്യുക, അവരെ കുളിപ്പിക്കുകയോ അവർക്ക് ഷേവ് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ഒരു സ്ട്രെസ് പെട്ടെന്ന് അവർക്ക് ആഹാരം കൊടുക്കാൻ സഹായിക്കും. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അവിടെ ഹെൽപ്പിന് ആളില്ല. അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മളൊന്ന് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രെസ്സ് വളരെയധികം റിലീവ് ചെയ്തതായിട്ട് കാണാം. ഇത് ഒരു സ്ട്രെസ് റിലീവിങ്ങിനുള്ള ഒരു ആറാമത്തെ ഒരു പ്രധാന മാർഗമാണ്. ഏഴാമത്തേതായിട്ട് നമുക്ക് സ്ട്രെസ് തീരെ സഹിക്കാൻ പറ്റുന്നതിൽ നമ്മളൊരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ്. കൗൺസിലർ അല്ലെങ്കിൽ നമ്മളുടെ ഒരു തക്ക ഒരു സുഹൃത്ത്, നമുക്ക് ഏറ്റവും നമ്മളെ ഇത്രയും നാളത്തെ ജീവിതത്തിനകത്ത് മനസ്സിലാക്കിയ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിനോട് ഇതെല്ലാം ഓപ്പൺ അപ്പ് ചെയ്യുക. സുഹൃത്തുമായിട്ട് പക്ഷേ നല്ലൊരു സുഹൃത്തായിരിക്കണം. നിങ്ങളുടെ കാര്യങ്ങൾ കോൺഫിഡൻഷ്യാലിറ്റിയോട് സൂക്ഷിക്കുന്നൊരു സുഹൃത്താണെങ്കിൽ സ്ട്രെസ്സ് അത് കുറയും. ചിലപ്പോൾ എപ്പോഴും നമുക്ക് സുഹൃത്തുക്കളെ ലഭിക്കണമെന്നില്ല. അപ്പോൾ സുഹൃത്തുണ്ട് എന്ന ഫ്രണ്ടിലുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ പറയുന്നതായിട്ട് വേണേൽ ഒരു മിറർ ഇമേജിൽ കൂടെ വേണേൽ നമുക്ക് ചെയ്യാം. പക്ഷേ അതിന് ഒരു സുഹൃത്തുണ്ടെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സുഹൃത്തിനോടെന്ന പോലെ നമുക്കൊരു മുന്നിലൊരു കസേരയോ കേട്ടിട്ട് അതിനകത്തൊരു പാവയോ എന്തെങ്കിലും വെച്ചുകൊണ്ട്
നമുക്ക് സംസാരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു സുഹൃത്ത് ഉണ്ടാവുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരോട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിന് സൊല്യൂഷൻസ്, അല്ലെങ്കിൽ അവർ നമ്മളെ ആ രീതിയിൽ ഗൈഡ് ചെയ്യുക, ഇന്ന രീതിയിലൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്ത് നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം ആ സുഹൃത്തിന്. ഒരിക്കലും നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത ഒരു സുഹൃത്ത്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ജഡ്ജ് ചെയ്യാതെ കേൾക്കുന്ന ഒരു സുഹൃത്ത്, നിങ്ങളെ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്ത്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ സ്ട്രെസ് റിലീവറാണ്. അതല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോയിട്ട് പ്രീസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം പറയാൻ പറ്റുന്ന അപ്പോൾ ആരാധനാലയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള സ്പിരിച്വാലിറ്റി ഇതിനോടൊപ്പം നമുക്ക് പറയാവുന്നതാണ്. ഇങ്ങനെ 6-7 മാർഗങ്ങളിലൂടെ നമ്മുടെ സ്ട്രെസ് നമുക്ക് റിലീവ് ചെയ്ത് കളയാവുന്നതാണ്. ഓഫ് കോഴ്സ് ഞാൻ ഇതിനെല്ലാം പറഞ്ഞെങ്കിൽ നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ്. സ്ട്രെസ് റിലീവ് നടക്കാനൊക്കെ പോകുന്ന കാര്യം ആദ്യം തന്നെ പറഞ്ഞു. അതും വളരെ നമുക്ക് ശാരീരിക അധ്വാനമുള്ള കാര്യങ്ങൾ. പലപ്പോഴും സെഡൻറ്ററി ലൈഫ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിക്കാനുണ്ടായിരിക്കുക എന്നുള്ളത് സ്ട്രെസ് റിലീവിന് വളരെ പ്രധാനമാണ്. ഞാനിവിടെ 6-7 കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്ട്രെസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സന്തോഷമായിട്ടിരിക്കേണ്ട അവസ്ഥകളുണ്ട്. പക്ഷേ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. സ്ട്രെസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന ഒരു കാരണങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. നമുക്ക് ഉറക്കമില്ലായ്മ, ആൽക്കഹോളിസം, ഡ്രഗ് അഡിക്ഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും, നമ്മുടെ എൻവയറമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ പലതും ഉണ്ടാവും ഒരു സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എൻവയറമെൻറ്റൽ സ്ട്രെസ് ആണോ, വർക്ക് സ്ട്രെസ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ മനസ്സിനെ മതിക്കുന്ന പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് സ്ട്രെസ് ഉണ്ടാക്കുന്നത്, അതിനെ മനസ്സിലാക്കിയ ശേഷം ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫ് വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് മാറുവാനും ഒക്കെ നമ്മൾ തന്നെ ഒന്ന് തീരുമാനം എടുക്കണം. സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളൊന്നിച്ചൊരു വ്യായാമം ചെയ്യാൻ ഈ പറഞ്ഞ ഒരു 6-7 മാർഗങ്ങളിലൂടെയൊക്കെ നമ്മുടെ സ്ട്രെസ്സിനെ നമ്മൾ കുറച്ചെടുക്കണം. പലപ്പോഴും ഒരു ഫോൺ വിളിയിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഞാൻ ഒരിക്കലും ഒരാളെ ഇങ്ങനെ വിളിച്ചു, പിറ്റേ ദിവസം അയാളെ കണ്ടപ്പോൾ പറയായിരുന്നു, സത്യസന്ധമായി പറയാം, സാറിൻ്റെ നില ഫോൺ വിളി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മരിച്ചു പോയെന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ചിലപ്പോഴും ഹ്യൂമൻ കോണ്ടാക്റ്റ് ആയിരിക്കും ഒരാൾ ആത്മഹത്യ ചെയ്യാനിരിക്കുമ്പോൾ അയാൾ അതിൽ നിന്ന് വേർതിരിച്ച് പോകുന്നത്. അത് സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത്. ശരിക്കും ഇങ്ങനൊരു ഫോൺ കോൾ സാറ് ആ സമയത്ത് ഞാൻ സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുമായിരുന്നു, സാറിൻ്റെ ആ ഫോൺ കോൾ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചാണെന്ന് വ്യക്തി പിന്നീട് എന്നോട് പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൺ കോളിൽ പോലും ഒരാളെ ചിലപ്പോൾ ആ മൊമെൻറ്റിൽ നിന്ന് അങ്ങ് മാറിപ്പോകുമ്പോൾ, ആ സ്ട്രെസ്സായിട്ടുള്ള മൊമെൻറ്റിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആ സ്ട്രെസ് പറഞ്ഞ സിറ്റുവേഷൻ അയാളങ്ങ് മാറിപ്പോകും. ചിലപ്പോൾ ചെറിയൊരു ഇതായിരിക്കും. അതുപോലെ ഏജ് അപ്രോപ്രിയേറ്റ്, ഇപ്പോൾ ഒരു ഏജ് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെയ്യണമെന്ന് തോന്നില്ല. ഓരോ 7 ഇയർ നമ്മുടെ ജീവിതം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഭാരതീയ പദ്ധതി വന്നത്. ഇപ്പോൾ ഒരു 7 വർഷത്തിൽ ചിന്തിക്കുന്ന ചിന്തകളല്ല അടുത്ത 7 വർഷം ചിന്തിക്കുന്നു. ഇപ്പോൾ 7, 14, 21 ഇങ്ങനെ ആ ചിന്തകൾ ഓരോ വർഷം 7 വർഷം കഴിയുമ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ചിന്തകളെ ആയിരിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും നമ്മൾ ചിന്തിക്കുന്നവരായിരിക്കും. ഇതെല്ലാം മനസ്സിനകത്തുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് പിന്നെ തീരെ നമുക്ക് നിർവാഹമില്ലാതെ ബൈപ്പോളാർ ഡിസോർഡർ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്കിസോഫ്രീനിയ പോലുള്ള നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി മാനസിക രോഗങ്ങളുണ്ട്. ശരീരത്തിന് രോഗം വരുന്ന പോലെ തന്നെ മനസ്സിന് രോഗം വരാനുള്ള സാധ്യത ഉണ്ടെന്നും മനസ്സിലാക്കിയിരിക്കുക. അത് സമൂഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും മെഡിക്കൽ ഹെൽപ്പ് തേടണം. മെഡിക്കൽ ഹെൽപ്പും അതിനോടൊപ്പം എക്സസൈസും നല്ല ഭക്ഷണവും എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് നല്ലൊരു മാനസികാരോഗ്യം എന്ന് എൻവയറമെൻറ്റ്. നമുക്ക് ചിത്തയായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കുക. നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ മാറാൻ പറ്റുന്നവരാണ് മാറി. ഇങ്ങനെ പല രീതിയിൽ എൻവയറമെൻറ്റ് മോഡിഫിക്കേഷൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ സ്ട്രെസ്സുകളെ മാറ്റിയെടുക്കുക, സന്തോഷകരമായിട്ടിരിക്കുക. ഇതിന് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ വളരെ പ്രധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിന് വിഘാതമായിട്ട് നമ്മുടെ സ്ട്രെസ്സും കാര്യവും, ചെറിയ സ്ട്രെസ്സൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഈ സ്ട്രെസ്സ് നമ്മളെ നല്ല ഒരു ആവറേജ് സ്ട്രെസ്സൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഉയർന്ന പടികളിലേക്ക് എത്തിക്കും. പക്ഷേ ഹൈ സ്ട്രെസ്സുകളും ഡിസ്ട്രക്റ്റീവായിട്ട് സ്ട്രെസ്സുകൾ, നിങ്ങളുടെ നിത്യജീവിതത്തിന് വിഘാതമാകുന്ന സ്ട്രെസ്സുകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ നിന്ന് മാറ്റണം. അത് നമ്മുടെ ജീവിതത്തെ കാർന്ന് തിന്നുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ്സ് വരുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളെ കൊണ്ട് തന്നെ താങ്ങാൻ കഴിയാത്ത സ്ട്രെസ്സുകൾ വരുമ്പോൾ വൈദ്യോപദേശം തേടുക, നല്ല ആൾക്കാരോട് സംസാരിക്കുക. അപ്പോൾ കൗൺസിലിംഗ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റിയോടുകൂടി അവർക്ക് അതിനെ എങ്ങനെ മാർഗ്ഗനിർദ്ദേശം ചെയ്യണമെന്നൊക്കെ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അവരുടെ ഹെൽപ്പ് തേടുവാനൊന്നും മടിക്കരുത്. ഒരു ഫോൺ കോളൊന്നും ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ചിലപ്പോൾ തിരക്കാണെങ്കിലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അവർ നിങ്ങളെ അറ്റൻഡ് ചെയ്യും. അതിനൊക്കെ ഒത്തിരി സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് ആരോഗ്യപരമായിട്ട് 1056 എന്നുള്ള ദിശ എന്ന് പറഞ്ഞൊരു കൗൺസിലിംഗ് സെഷൻ 1056 വിളിച്ച് നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അവരോട് പറയാം. അവർ സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് വരെ തേടും. അതൊക്കെ ഗവൺമെൻറ്റൊക്കെ ടോൾ ഫ്രീ നമ്പറുകളാണ് 1056 എന്നൊക്കെയുള്ള. അതൊക്കെ വിളിക്കുക. നമുക്ക് അവർക്ക് അവിടെ MSW ഒക്കെ പാസ്സായവരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവരെ കൊണ്ട് പരിഹരിക്കാൻ സാധിച്ചില്ല. നെക്സ്റ്റ് ലെവലിൽ ഡോക്ടേഴ്സുണ്ട്. 1056 ഇത് ഓർത്തിരിക്കുക. ഞാനിപ്പോൾ ഒരു 7 സ്ട്രെസ് ലീവേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ആധുനിക കാലത്ത് ഒരുപാട് സ്ട്രെസ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. അവർ തന്നെ സഹിക്കേണ്ട കാര്യമില്ല. ഇതിന് പ്രൊഫഷണൽ ഹെൽപ്പുകൾ ഉണ്ട്, സൈക്കോതെറാപ്പി ഉണ്ട്, ഇതെല്ലാം. പക്ഷേ ഇതിന് സൈക്കോതെറാപ്പി ചെയ്യുന്ന ഒരു 6-7 മാർഗ്ഗങ്ങൾ
ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റൊരു വീഡിയോ എന്നെ പ്രോത്സാഹിപ്പിക്കും. നന്ദി, നമസ്കാരം.